മണ്ണുമാഫിയയായിട്ട് ബന്ധപ്പെട്ട അഴിമതി നടത്തിയെന്ന് കണ്ടെത്തിയ പോത്തങ്കോട് SHO ഇതിഹാസ് താഹ, ASI വിനോദ് എന്നിവരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ കുറച്ച് വിവരങ്ങളുണ്ടായിരുന്നു. അതുപോലെ അതിശക്തമായ നടപടി ഇതുപോലെ അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ശ്രീ പിണറായി വിജയൻ്റെ. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിമാരെ ഇത്ര ധൈര്യസമേതം ഇവരെ പിരിച്ചുവിടലിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നില്ല. ഏതായാലും അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. പോലീസിനകത്ത് ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ അഴിമതി കാണിക്കുകയും വഴിവിട്ട് സഞ്ചരിക്കുകയും ഗുണ്ടകൾ മാഫിയായിട്ട് ബന്ധം, മണ്ണ് ലോബിയായിട്ട് ബന്ധം, ഇങ്ങനെയുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ആണ് അദ്ദേഹം. കേരളത്തിലെ ഏകദേശം 59 പേരെ പിരിച്ചുവിടാനുള്ള ലിസ്റ്റിലുണ്ട്. അതിൻ്റെ അകത്ത് 22 പേരെ പിരിച്ചുവിട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നണേ. 3 DYSPമാരെയും 4 സർക്കിൾ ഇൻസ്പെക്ടർമാരെയും 5 സബ് ഇൻസ്പെക്ടർമാരെയും 10 സിവിൽ പോലീസ് ഓഫീസർമാരെ, അങ്ങനെ 22 പേരെ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ ലിസ്റ്റിൽ അവിടെ സംസ്ഥാനത്തെ ആദ്യം പിരിച്ചുവിടപ്പെട്ട ഒരു സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്, ബേപ്പൂർ തീരദേശ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ. അദ്ദേഹത്തിനാണ് ആദ്യം പിരിച്ചുവിടുന്നത്. ആ പിരിച്ചുവിട്ട ലിസ്റ്റിനകത്ത് ഇനി 58 പേരുടെ ലിസ്റ്റ് കിടപ്പുണ്ട്. അതിനകത്തേണ്ട് 22 പേരെ പിരിച്ചുവിടാനായിട്ട് അവർ ജീവപര്യന്തമോ അല്ലെങ്കിലോ 10 വർഷം വരെയുള്ള ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള കേസുകളിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന് സഹായിച്ചവർ ആയിരിക്കാം. അങ്ങനെയാണ് 59 പേരുടെ ലിസ്റ്റിൽ ഏകദേശം 22 പേരെ പിരിച്ചുവിടാനായിട്ട് ഗവൺമെൻറ് തീരുമാനമെടുത്ത് പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുറേ 2 DYSPമാർ വെളിയിൽ പോയെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ 8-10 സർക്കിൾ ഇൻസ്പെക്ടർമാരും പോയി, സിവിൽ പോലീസ് ഓഫീസർമാരും പോയി. ഇത് അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇവരെ പിരിച്ചുവിടുന്നത്. അവർ പോലീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന ശേഷം അഴിമതി നടത്തുന്ന കൂടുതലും മണൽ ലോബിയായിട്ടും അതുപോലെ തന്നെ ക്വാറിയായിട്ടും ക്വാറിയിലെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ക്വാറി കോൺട്രാക്ടർമാരുമായിട്ടുള്ള ബന്ധത്തിലാണ്. വളരെ ഹ്യൂജ് എമൗണ്ടുകൾ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങ് ശീലമായി കഴിഞ്ഞു. ഇപ്പം തന്നെ മണ്ണ് മാഫിയയിലെ പോത്തങ്കോടുള്ള നമുക്കറിയാം, നേരത്തെ ഇരുന്ന SHOമാർ പലരും അവിടുന്ന് ശിക്ഷ വാങ്ങിപ്പോയതാണ്. ആ ഏരിയയിൽ മണൽ ലോബിക്കും അതുപോലെ ക്വാറിയിൽ ഉള്ളവർക്കും ക്വാറിപ്പണി ചെയ്യുന്നവർക്കൊക്കെ വളരെ സ്കോപ്പുള്ള ഒരു ഏരിയയാണ് കഴക്കൂട്ടം. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഏരിയയാണ് കഴക്കൂട്ടം. ആ സബ് ഡിവിഷനിൽ മൊത്തമായി പല സന്ദർഭങ്ങളിലും കറപ്റ്റഡായ ഉദ്യോഗസ്ഥന്മാരെ അവിടുന്ന് പണിഷ് ചെയ്തിട്ടുണ്ട്, അവരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ അവിടെ തന്നെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ പൃഥ്വിരാജ്, അദ്ദേഹത്തിന് എതിരായി നടപടി തുടങ്ങിയിട്ടുണ്ട്. പൃഥ്വിരാജ് നേരത്തെ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു. അദ്ദേഹം തമ്പാനൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന സന്ദർഭത്തിൽ ആരോ ഒരാളെ കള്ളക്കേസിനകത്ത് കുരുക്കി. അതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. ആ കള്ളക്കേസിനകത്ത് കുത്തിയത് കോടതിയിൽ ഇപ്പോൾ ആ കേസിൻ്റെ ട്രയൽ വന്നപ്പം നിരപരാധികളാണ് മറ്റവരൊന്നും, ഇത് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന അന്ന് പൃഥ്വിരാജ് കള്ളക്കേസിൽ കുരുക്കി എന്നാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പ്രൊമോഷൻ കിട്ടി അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് ശംഖുമുഖത്തുനിന്ന് നേരെ കഴക്കൂട്ടത്ത് പോയിരുന്നു. പക്ഷേ അവിടുന്ന് ഇപ്പം ട്രാൻസ്ഫർ ചെയ്തു. അദ്ദേഹത്തിനെതിരെ അതിശക്തമായ നടപടിയിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. ഗവൺമെൻറ് സ്വന്തം ആളാണ്, പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹിയായിരുന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും വിലപ്പോവില്ല. കാരണം ഈ ഗവൺമെൻറ്റിന് മാത്രമേ അതിന് ധൈര്യം ഉണ്ടായിട്ടുള്ളൂ. കൃത്യമായ ഒരു ആരോപണമാണെങ്കിൽ നടപടി അതിശക്തമാണ്, പിരിച്ചുവിടണം. അങ്ങനെയുള്ളവർക്ക് പോലീസ് ജോലി വേണ്ട. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ധാരാളം അഴിമതി കഥകൾ നമുക്കറിയാം. അവിടെ ഒന്നും ഇതുപോലെ പിരിച്ചുവിടൽ നേരിട്ടിട്ടില്ല ആരും. പക്ഷേ ഏറ്റവും സർക്കാരിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ്. പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം എത്തിക്കേണ്ട വകുപ്പാണ്. പൊതുജനങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ട വകുപ്പാണ്. പോലീസിൻ്റെ സാന്നിധ്യം ഇല്ലാതെ പലർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. സമൂഹത്തിലെ ഗുണ്ടകളെ പിടിച്ചു നിർത്തിയെങ്കിൽ മാത്രമേ ഒരു ഗവൺമെൻറ്റിനെ സമാധാനപരമായിട്ട് ഭരണം നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. ഇപ്പം തന്നെ പോത്തങ്കോട് SHO ഇതിഹാസ് താഹ
അദ്ദേഹം അവിടുത്തെ ASI വിനോദ് നേരത്തെ ട്രിവാൻഡ്രം റൂറലിലെ പല പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന സന്ദർഭത്തിൽ ഇതുപോലെയുള്ള ആരോപണം മണ്ണ് മാഫിയയും മറ്റവരും ഉണ്ടായി. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് 4-5 പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കാം. ഇവിടെ വന്നപ്പം അവിടുത്തെ SHO താഹയുമായിട്ട് ചേർന്ന് മണ്ണ് ലോബിയിൽ നിന്നുള്ള കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നെങ്കിലും ഇവർ തമ്മിൽ SHOയും ASIയും തമ്മിൽ സംസാരിക്കുന്ന അവരുടെ ഫോൺ രേഖ അത് ലഭിച്ചു. അത് കമ്മീഷണർക്ക് കിട്ടി. തിരുവനന്തപുരം സിറ്റിക്ക് പോലീസ് കമ്മീഷണർ, റൂറലിലെ തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ കീഴിലുള്ള സ്ഥലമാണ്. പക്ഷേ ആ ഒരു വോയിസ് ടോക്ക് പോലീസ് കണ്ടെടുത്തു. ഇൻ്റലിജൻസ് ആയിരിക്കും അതെടുത്തത്. എന്തായാലും അത് തന്നെയാണ് ഇവരെ 2 പേരെ സസ്പെൻഷനിലെത്തിയിരിക്കുന്നത്. അത് ക്ലിയറായ വളരെ സത്യസന്ധനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. നെയ്യാറ്റിൻകര DYSP അമ്മണിക്കുട്ടനെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് കൃത്യമായി അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് അവർ 2 പേരും ഇതിഹാസ് താഹയും വിനോദും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. ഇമ്മീഡിയറ്റായിട്ട് സസ്പെൻഷൻ വന്നു. ഏതായാലും 59 പേരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. അതിനകത്ത് 2 പേരെയും കൂടെ പിരിച്ചുവിടാനുള്ള ലിസ്റ്റിലേക്ക് കയറി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സമൂഹത്തിൽ ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രീയമായ ചായ്വോട് കൂടിയൊക്കെ പല കാര്യത്തിനും രക്ഷപ്പെട്ടെങ്കിലും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതുപോലുള്ള ആപത്തുകൾ ഉണ്ടാവും. ഈ 2 പേരെ തീർച്ചയായിട്ടും പിരിച്ചുവിടണം. പിരിച്ചുവിടൽ ലിസ്റ്റിലേക്ക് കയറി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്ര ശക്തമായ നടപടിയാണ് ഈ ഗവൺമെൻറ് ഇതുപോലെയുള്ള ഗുണ്ടകളുടെ കൂടെ കൂട്ടുകൂടി, അല്ലെങ്കിൽ അവർ മണ്ണ് ലോബിയും അതുപോലെ ട്രിവാൻഡ്രത്തെ ഈ ഫ്ലാറ്റ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പ്രവർത്തിക്കുന്ന ഗുണ്ടകളാണ്. പുത്തമ്പാലൻ രാജേഷും ഓംപ്രകാശും അറിയാം നമുക്ക്. അവർ ഗുണ്ടകൾ തമ്മിലുള്ള അടിപിടിയും കുത്തും വെട്ടും നമ്മൾ കണ്ടു. പാറ്റൂരൊക്കെ വെച്ച് ഇവിടുന്ന് ഒളിച്ചോടിപ്പോയി. ഇപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഇങ്ങനെയുള്ള ഗുണ്ടകളെ യഥേഷ്ടം വിഹരിക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. കൃത്യമായി പോലീസ് അതിൻ്റെ പ്രോസിക്യൂഷൻ നടത്തി 90 ദിവസത്തിനകം ഇവരെയൊക്കെ ശിക്ഷിച്ച് ജയിലിൽ ഇടണം. അവരൊരു ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിൽ പോയി ഒരിക്കലും ഒരു മോചനം വാങ്ങിച്ചുകൊണ്ട് വരരുത്. അതിശക്തമായ നടപടി ഉണ്ടെങ്കിൽ സമൂഹത്തിലെ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ ഒഴിവാക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഈ 2 പേര് പെട്ടിരിക്കുന്ന വലിയ ഒരു ചുഴി ചെന്ന് പെട്ട് കഴിഞ്ഞു. അവരെ പിരിച്ചുവിടണം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയൊക്കെ ശക്തമായ നടപടി എടുത്തിട്ട് ഗവൺമെൻറ് അവരെ പലരെയും പിരിച്ചുവിട്ടിട്ടും വീണ്ടും ഇത് വളരെ ഗോപ്യമായ രീതിയിൽ നടത്താം എന്ന് ധൈര്യം കാണിച്ച ഈ 2 പേരെ നമുക്ക് ആവശ്യമില്ല. ആരോ ആയിക്കോട്ടെ, ഏതാ സംഭാഷണം അതിബുദ്ധിപരമായ രീതിയിൽ അവർ കൈക്കൂലി വാങ്ങുന്നു എന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. അവർ 2 പേരും വോയിസ് ഏതായാലും പോലീസ് അത് റെക്കോർഡ് ചെയ്ത വോയിസ് കണ്ടെത്തിക്കഴിഞ്ഞു. അത് ഏതായാലും പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമായിരിക്കണം അത് കണ്ടെത്തി കമ്മീഷണറെ ഏൽപ്പിച്ചത്. അതേപ്പറ്റി ഒരു കൃത്യമായ അന്വേഷണം വേണമെന്ന് കമ്മീഷണർക്ക് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് നെയ്യാറ്റിൻകര DYSP അമ്മണിക്കുട്ടനെ അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്. അമ്മണിക്കുട്ടൻ എനിക്ക് തോന്നുന്നു വിജിലൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇത് സാധൂകരിക്കുന്നതാണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് സസ്പെൻഡ് ചെയ്തു. ഇനി തീർച്ചയായിട്ടും കുറ്റാരോപണം കൊടുത്ത് പിരിച്ചുവിടാനുള്ള നടപടിയിലേക്ക് പോകും. ഏതായാലും കേരളത്തിലെ 98% പോലീസ് ഉദ്യോഗസ്ഥർ 55,000 പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിൽ 98% ആൾക്കാരും നല്ല ആൾക്കാരാണ്. ഏകദേശം 2% ആൾക്കാരാണ് 1.56% എന്നാണ് ഗവൺമെൻറ് കാണുന്നത്. അത്രയും പേര് കറപ്റ്റഡാണ്, അഴിമതിക്കാരാണ്. അങ്ങനെയുള്ള കുറേ 2%-ഓളം അകത്ത് ആൾക്കാർ പോലീസിൽ ഇനിയുമുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും സൂക്ഷിക്കുക. കൃത്യമായിട്ട് ജോലി ചെയ്യുക, ശമ്പളം വാങ്ങിച്ച് വീട്ടിൽ പോവുക. അതിമോഹമൊന്നും കൊണ്ടരുത്. വലിയ വീട് 2.5 കോടി 3 കോടി രൂപയുടെ വീട് വെക്കാൻ ശ്രമിക്കരുത്. വലിയ വിലയുള്ള കാറ് വാങ്ങിക്കാൻ ശ്രമിക്കരുത്. സ്ഥലങ്ങൾ വാങ്ങിച്ച് കൂട്ടരുത്. മിതമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണം. ലളിത ജീവിതം പോലീസ് ഉദ്യോഗസ്ഥർ മാതൃകരമാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.